ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട, എല്ലാവർക്കും വളരെ ആവശ്യമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോൾ, ലൈവായിട്ടുള്ള ഒരു പോൾ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് പേജ് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിടുക. അതിനുശേഷം ഫോളോ ബട്ടൺ അടിച്ച ശേഷം സി ഫസ്റ്റ് അടിച്ചിടുക. എങ്കിൽ മാത്രമായിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും നിങ്ങളുടെ ടൈം ലൈനിൽ എത്തിപ്പെടുകയുള്ളൂ. ഇപ്പോൾ ലൈവ് പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ എൻ്റെ പോൾ എന്നിവിടെ കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് ഞാനിപ്പോൾ ചെയ്ത ഒരു ലൈവായിട്ട് ചെയ്ത ഒരു പോളാണിത്. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇതുപോലെ ലൈവായിട്ട് ഒരു പോൾ ചെയ്യാനും അതിൻ്റെ റിയാക്ഷൻ ഇവിടെ കാണാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഞാൻ കൊടുത്ത മുകളിലത്തെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ കാണുന്നതായിരിക്കും. ആ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോളുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മുകളിൽ കൊടുത്ത ലിങ്ക് വഴി നിങ്ങൾ ഇതിൽ കയറുക. ഈ സൈറ്റിൽ കയറിയതിന് ശേഷം ട്രൈ ഇറ്റ് ഫ്രീ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക്, അതിനുശേഷം ലോഗിൻ വിത്ത് ജിമെയിൽ എന്നുള്ള ഒരു ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ മുകളിൽ ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണുന്നതായിരിക്കും. അതിന് താഴെയുള്ള ഓപ്ഷനാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ 2 പാസ്വേഡും കൺഫേം പാസ്വേഡും നിങ്ങളിവിടെ കൊടുക്കേണ്ടതാണ്. ഈ സമയത്ത് ജിമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അവിടെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് @gmail എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കണം. അതിന് ശേഷം നിങ്ങൾ പാസ്വേഡും അതുപോലെ തന്നെ കൺഫേം പാസ്വേഡും കൊടുക്കാൻ നോക്കി ശ്രദ്ധിച്ചു കൊടുക്കുക. ശേഷം ഇവിടെ രജിസ്റ്റർ ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഹോം പേജ് വരുന്നതായിരിക്കും. രജിസ്റ്റർ ആയതിനു ശേഷമുള്ള ഹോം പേജ് നിങ്ങൾക്ക് വരുന്ന ഇങ്ങനെ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് മോഡലുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരുപാട് മോഡലുകൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഇതിൽ നിന്ന് വോട്ടിംഗ് എന്ന ഈ മോഡലാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ മോഡൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെൽക്കം ടൂർ, നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. അത് നിങ്ങളിവിടെ എൻ്റർ അടിക്കുക. കാരണം ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. 2 വ്യത്യസ്തങ്ങളായ സൈസുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും ബെറ്റർ ഈ അവസാനമുള്ള 4x4 ആണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഭാഗത്ത് കാണുന്ന ആരോ സിമ്പിളിൽ നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏത് വീഡിയോ വെച്ചിട്ടാണോ നിങ്ങൾക്ക് പോൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമേജ് വെച്ചിട്ടാണോ പോൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന ഇമേജ് ആൻഡ് മ്യൂസിക് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ 2 ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ അപ്ലോഡ് എന്നുള്ള ഒരു ബട്ടൺ കാണും. ആ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഭാഗത്ത് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതിന് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലിങ് ആയിട്ട് ഒരു പോപ്പപ്പ് കാണാം. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടൈം ലൈനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിതിപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണ്. അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഇതാണ് എന്ന് നിങ്ങളിവിടെ നിന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വീണ്ടും നിങ്ങളിത് മിനിമൈസ് ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഈ ആരോ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഇമേജസിന് ഏത് റിയാക്ഷനാണ് വേണ്ടത് എന്നുള്ള റിയാക്ഷൻസ് ഇവിടെ 6 റിയാക്ഷൻ ബട്ടൺസാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ലൈക്കും അതുപോലെ തന്നെ ലവും 2 ബട്ടണുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ മിനിമൈസ് ചെയ്ത് വെച്ച ഇമേജ് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത 2 ബട്ടണുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ ബട്ടണുകൾ ഒന്ന് താഴെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റിയാക്ഷൻ കൊടുക്കേണ്ട ബട്ടണുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇവിടുന്ന്. അതുപോലെ 2 ബട്ടണുകളും ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും മിനിമൈസ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന സിമ്പിൾ വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വീണ്ടും ഒരു സെറ്റിംഗ്സ് പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുക. ഈ സെറ്റിംഗ്സ് പേജിൽ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ സൈസുകൾ ചേഞ്ച് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഇമേജ് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്കിവിടെ ഒരു വാട്ടർമാർക്കും കൂടി കാണാൻ സാധിക്കും. അത് ഈ സൈറ്റിൻ്റെ വാട്ടർമാർക്കാണ്. ഇത് നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം ഇവിടെയുള്ള 2 ഓപ്ഷനുകളാണ്. ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പബ്ലിഷ് ചെയ്യാം എന്ന 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അതിൽ നിങ്ങൾ പബ്ലിഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈവ് പോൾ ഇവിടെ റെഡി എന്നുള്ള ഒരു പോപ്പപ്പ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നതായിരിക്കും. അത് നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ എന്ന ബട്ടൺ അടിച്ചു കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷനുകളാണ് നിങ്ങളുടെ മുമ്പിൽ കാണുക. ഒന്ന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പോൾ റിയാക്ഷനും അതുപോലെ തന്നെ മാനുവൽ ആയിട്ടുള്ള പോൾ റിയാക്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണും ഇവിടെ 120 ക്രെഡിറ്റ്സ് എന്ന ഒരു ക്രെഡിറ്റ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണുക. ആ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ½ hour വരെ ഫ്രീ ആയിട്ട് പോൾ ചെയ്യാനുള്ള ഒരു ക്രെഡിറ്റ്സാണ് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് അരമണിക്കൂർ വരെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലൈവായിട്ടുള്ള പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷേ റിയാക്ഷൻ ½ hour വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കാണുക. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ പുതിയൊരു ജിമെയിൽ വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വീണ്ടും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ കാണുന്ന ഓട്ടോമാറ്റിക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെറ്റ് അല്പം സ്ലോ ആണ്, സോറി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോളിനുള്ള ടൈറ്റിലും അതുപോലെ തന്നെ അതിൻ്റെ മെസ്സേജുകളും ടൈറ്റിലുകളും അതുപോലെ തന്നെ മെസ്സേജുകളും കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ മെസ്സേജ് എന്തെങ്കിലും വേണമെങ്കിലും കൊടുക്കുക. ഇത് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫേസ്ബുക്ക് പേജിലേക്കാണ് നിങ്ങൾക്കിത് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഡയറക്ഷൻ എന്ന ഭാഗത്ത് 30 മിനിറ്റാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക. ½ hour വരെ ആയിരിക്കും നിങ്ങളുടെ പോൾ ഇവിടെ നിങ്ങളുടെ ലൈവ് സ്ക്രീനിൽ കാണുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ ചൂസ് ഫേസ്ബുക്ക് പേജ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പേജിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള പേജുകളൊക്കെ നിങ്ങളുടെ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഞാനൊരു പേജിലേക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ആ പേജിൽ ഇനി നമുക്ക് ലൈവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പോവാണ് നോക്കുക. ഇതുപോലെ നോക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഞാൻ കൊടുത്ത പേജിൻ്റെ
ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എത്ര മണിക്കാണ് കൊടുത്ത്, അതുപോലെ എത്ര മിനിറ്റ് കഴിഞ്ഞാൽ ഇത് എത്ര മണിക്കാണ് കൊടുത്ത്, എത്ര മിനിറ്റ് വരെ ഇത് ഉണ്ടാവും എന്നുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നാം കൊടുത്ത ലൈവ് പോൾ എവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ കൊടുത്ത പേജ് ഇവിടെ നിന്ന് നോക്കണം. നോക്കുക, നാം കൊടുത്ത പോൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ലൈവായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയോ ലവ് സിമ്പിൾ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ അവിടെ നിങ്ങളുടെ സ്ക്രീനിൽ കാണുകയായിരിക്കും. ഞാനിവിടെ ഒരു ലൈക്ക് എന്ന ബട്ടൺ കൊടുക്കുകയാണ്. അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിയാക്ഷൻ അവിടെ കാണുന്നതായിരിക്കും. നോക്കുക, ഞാൻ ബാക്ക് എടുത്തു, വീണ്ടും വരും. ആ സമയത്ത് ഇവിടെ 1 എന്ന കൗണ്ട് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് ഇതിലേക്കുള്ള ഇമേജ് എഡിറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. ശേഷം ഈ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രോ എന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന ഭാഗം ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു വിൻഡോ നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾ പ്രത്യക്ഷപ്പെടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കളർ കൊടുക്കുക. കളർ കൊടുത്തതിന് ശേഷം നിങ്ങളിത് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തിടുക. ഇതുപോലെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രൗസറിലുള്ള നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്സാർട്ടിൽ ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ വരുന്നതായിരിക്കും. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ അതുപോലെ പിക്സാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം. ഇവിടെ മലയാളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ പിക്ചർ നിങ്ങൾ ഇവിടുന്ന് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പോളിന് ആവശ്യമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 2 ലിങ്കും ഞാൻ വീഡിയോയുടെ കൂടെ താഴെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിക്സാർട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലായിരിക്കും ഇതുപോലെയുള്ള ഇനിയും വീഡിയോകളായിട്ട് ഇനിയും ഇങ്ങോട്ട് വരാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.